നമ്മൾ നടത്തുന്ന ചില ചർച്ചകളിൽ ഒന്നുകിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആനന്ദമായ കരുണയെക്കുറിച്ച്, അല്ലെങ്കിൽ ശിക്ഷാവിധികളെക്കുറിച്ച്, ദൈവഭയത്തെക്കുറിച്ച് ഒക്കെ ആയിട്ടത് ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ രണ്ടിനും ഇടയ്ക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്നേഹവും കരുണയും ഒക്കെ ആയിരിക്കുമ്പോഴും അതൊരു നിഷ്ക്രിയത്വവും നിസ്സംഗതയൊന്നുമല്ല, ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ ഉള്ള യേശുക്രിസ്തുവിൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ച്. അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കാനുള്ള കുറച്ച് സമയങ്ങൾ നമുക്ക് ചെലവഴിക്കാം. പൂർവികർ ചെയ്ത തെറ്റുകൾക്ക് 2-3 തലമുറകൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. പണ്ടുള്ളവർ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും, അപകടങ്ങൾക്ക്, മരണങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പം പണ്ടത്തെ കഴിഞ്ഞ തലമുറയിലെ പാപത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെ തിരിച്ചും പറയും ഇല്ലേ, മുൻജന്മ സുഹൃതമാണ്. മുൻജന്മ സുഹൃതമെന്ന് പറയുന്നത് പോലെ മുൻജന്മ പാപമാണെന്നും പറയാം അല്ലേ. എന്തുകൊണ്ടാണ് ഈ തലമുറയിൽ നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചത്? അതൊരു ഈസിയായിട്ട് വ്യാഖ്യാനിച്ച് പോകാവുന്ന ഒരു രീതിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പലയിടത്തും നമ്മൾ ഉത്തരം കിട്ടാതെ നിൽക്കും അല്ലേ. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പെടുമരണമാണത്. വലിയ കുറ്റവാളികൾക്കും കള്ളന്മാർക്കും കിട്ടുന്ന ഒരു മരണം 33-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരന് കിട്ടുമ്പം ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞാലോ ഇത് പൂർവികരുടെ പാപം കാരണമാണ് സംഭവിച്ചതെന്ന്. തീർന്നില്ലേ കാര്യം? മാതാവ് കുറ്റവാളിയായി, ഔസേപ്പിതാവ് കുറ്റവാളിയായി, പിന്നെ നമ്മുടെ മാതാവിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്ന അന്ന, യോവാക്യം, ഇവരെയൊക്കെ കുറിച്ച് ബൈബിൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്. അപ്പം നമ്മൾ ഈ സാധാരണ ചിലപ്പോൾ ചില സോ കോൾഡ് സ്പിരിച്വൽ ലീഡേഴ്സിൽ നിന്ന് കേൾക്കാറുള്ളത് പോലെ, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ശീലമാകുന്നത് പോലെ പൂർവികരുടെ പ്രശ്നം കൊണ്ടാണ്, അതുകൊണ്ട് കഴിഞ്ഞ തലമുറയിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഠിനമായിട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ പറഞ്ഞു പോയാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് തന്നെ നമ്മൾ വിശുദ്ധരായിട്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവ പൂർവ്വപിതാക്കന്മാരെ കുറ്റം പറയേണ്ടി വരത്തില്ലേ? അത്രയ്ക്ക് ശാന്തമായ കാലം തികഞ്ഞൊരു മരണമൊന്നും അല്ലായിരുന്നല്ലോ അത്. പെടുമരണം എന്ന് പറയാവുന്നത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ചിന്തിക്കണം, ഈ ചിന്ത എങ്ങനെ ഉണ്ടായി? അത് തീർച്ചയായിട്ടും ബൈബിളിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം പറയുന്നതായിട്ട് എന്താണ്? പൂർവ്വപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയിലെ മാതാപിതാക്കന്മാരുടെ കുറ്റത്തിന് ഞാൻ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. എന്നാൽ അവരുടെ നന്മയ്ക്ക് 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കും. അപ്പം അതിനകത്തൊരു വരി കിടപ്പുണ്ട്, 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കുമെന്ന്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചില കാര്യങ്ങളുടെ മെച്ചം പറയാനായിട്ട് ചില കമ്പാരിസണിലൂടെ പറയാൻ പറ്റൂ. ഒന്നാമത് പഴയ നിയമത്തിലെ ആൾക്കാരുടെ ബേസിക് കോൺസെപ്റ്റ് ശിക്ഷിക്കുന്ന ദൈവമാണെന്നാണ്. അത് ദൈവം അങ്ങനെ ആണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തെ മനുഷ്യൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തെ ശിക്ഷിക്കുന്ന ദൈവമായിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എന്താണെന്ന് പറയുന്ന ഒരു കമ്പാരിസൺ തെറ്റാണെങ്കിൽ 2-3 തലമുറ വരെ ശിക്ഷിക്കുന്ന ദൈവം നന്മയാണെങ്കിൽ 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറയും. അപ്പം സത്യത്തിൽ അത് ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസണായിട്ടാണ് എടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ശിക്ഷിക്കുമെന്നല്ല. ശിക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ പോലും പറയുന്നത് ശിക്ഷ ഇത്രയാണെങ്കിൽ അനുഗ്രഹം സങ്കല്പിക്കാനാവാത്ത വിധം വലുതാണ്. അപ്പം അവിടെ തന്നെ നമുക്ക് ആ ശിക്ഷയുടെ കാര്യത്തെ ചെറുതാക്കിയാണ് കാണേണ്ടത്. നമുക്ക് സംഭവിച്ചത് എന്താ? 1000 തലമുറ വരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്ന കാര്യത്തിന് ഫോക്കസ് കൊടുക്കുന്നതിന് പകരം പഴയ തെറ്റുകൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടി വരും, നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിനെ കൊടുത്ത ഫോക്കസിലാണ് പ്രശ്നമായത്. ഫോക്കസ് കൊടുക്കേണ്ടത് ഇപ്പുറത്താണ്.
അപ്പൊ ഇനി അടുത്ത ചോദ്യം, ആ ഒരു കാര്യം കൂടെ അങ്ങ് ഒഴിവാക്കി പറഞ്ഞിരുന്നെങ്കിലോ, ഇല്ലേ? അങ്ങനെ ഒഴിവാക്കി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ഒരു അന്ധനെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇവൻ ഇങ്ങനെ അന്ധനായി ജനിച്ചതിൻ്റെ കാരണം ഇവന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ പൂർവ്വപിതാക്കളുടെയോ ഒക്കെ പാപം നിമിത്തമാണോ? ഉത്തരം ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു, അല്ല. അത് ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഇവനിൽ നടക്കേണ്ടതാണ്. ഈ കണ്ട പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തിൻ്റെ മനുഷ്യരാണ് ഈ കണ്ടതല്ല. ആ കൂട്ടത്തിൽ ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ ദൈവം അയാളെ സുഖപ്പെടുത്തും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കൽ കൂടെ മനുഷ്യൻ തിരിച്ചറിയും. അല്ലാതെ ഇയാൾ ഇങ്ങനെ ആയി തീർന്നതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണ് എന്ന് ചിന്തിക്കരുത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തു പറയുന്നു അങ്ങനെയല്ല. എങ്കിലും നമ്മൾ ഒരു പടി കടന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ ചെയ്ത തെറ്റിന് അയാളുടെ മക്കൾ ഫലം അനുഭവിക്കുമെന്നല്ല. ഒരു സിമ്പിളി പറഞ്ഞാൽ, അപ്പൻ്റെ അപ്പൻ ഒരാളെ കൊന്ന് അതിന് കൊച്ചുമകൻ ജയിലിൽ കിടക്കുമെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല, അല്ലേ? അത് ഈ ലോകം അങ്ങനെ ശിക്ഷിക്കത്തില്ല, ദൈവവും അങ്ങനെ ശിക്ഷിക്കുന്നില്ല. ഒരാളെ കൊന്നതിന് ഇപ്പം മകൻ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് അതല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ തലമുറയുടെ ആകമാനമായ ഒരു പാപമുണ്ട്. അതായത് ഈ പ്രകൃതിയോട് കാണിക്കുന്ന അവഗണന. കഴിഞ്ഞ ഒരു തലമുറ മരങ്ങൾ വെട്ടിനിരത്തി, പാടങ്ങളില്ലാതായി, അതിൻ്റെ ഫലമായിട്ട് പ്രകൃതിയുടെ താളം തെറ്റി, ശുദ്ധവായു ലഭിക്കുന്നില്ല, മഴയില്ലാതായി, ഇല്ലേ? നമ്മൾ പറയുന്ന എന്താണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, മലകൾ ഉരുകുന്നു. ഇങ്ങനെയൊക്കെ പ്രകൃതിയോടൊരു മനുഷ്യൻ പെരുമാറുമ്പോൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ നമ്മൾ അതിനെ കാണാവുന്നതാണ്. അല്ല, നമ്മളീ പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങളല്ല, മറിച്ച് ആഗോളമായിട്ട് അല്ലെങ്കിൽ മുഴുവൻ പ്രപഞ്ചത്തോടും മനുഷ്യൻ കാണിക്കുന്ന ദ്രോഹങ്ങളുടെ പരിണിത ഫലമായിട്ട് പ്രപഞ്ചത്തിൻ്റെ അമിതമായ ചൂട്, ശൈത്യം, അതിനൊക്കെ മനുഷ്യൻ ഇരയാകും. അതിനെ നമ്മൾ അങ്ങ് മനസ്സിലാക്കുകയും അപ്പം നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ കൂടുതൽ എങ്ങനെ കമനീയമാക്കാം, ഈ പ്രപഞ്ചത്തെ കൂടുതൽ എങ്ങനെ ഉപകാരപ്രദം, മറ്റു മനുഷ്യന് തണുപ്പും കുളിർമയും ഊഷ്മളതയും നൽകുന്ന ഒരു പ്രപഞ്ചമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അപ്പോൾ പൂർവികരുടെ പാപനിമിത്തം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു പോസിറ്റീവ് തലം എടുക്കേണ്ടത് വരും തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു പ്രപഞ്ചത്തെ നമ്മൾ ഒരുക്കണമെന്നാണ്. അല്ലാതെ എൻ്റെ അപ്പൻ എന്തോ തെറ്റ് ചെയ്തു, അപ്പൂപ്പനൊരു തെറ്റ് ചെയ്തു, അതിൻ്റെ ഫലമാണോ എനിക്ക് ജോലി കിട്ടാത്തത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. മറിച്ച് ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി പുതിയ വിഭവങ്ങൾ ഈ പ്രകൃതിയിൽ ശേഖരിച്ചു വയ്ക്കാനുള്ളൊരു കടമ എനിക്കുണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി. അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നിട്ടും അത്തിമരത്തെ അത്തിപ്പഴമില്ല എന്ന പേരിൽ യേശു ശപിച്ചു. എന്തിനാണ് യേശു അങ്ങനെ ചെയ്തത്? നമ്മളിങ്ങനെ കഴിഞ്ഞ തലമുറയിലെ തെറ്റുകൾക്ക് ഈ തലമുറയെ ദൈവം ശപിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഉരുത്തിരിയാവുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, അത്തിമരത്തെ ക്രിസ്തു ശപിച്ചത്. അതിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. അതാണ് ഈ ചോദ്യത്തിന് കാരണമായത്. കാരണം അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു, എന്നിട്ടും അത്തിമരത്തെ അത്തിപ്പഴമില്ലാത്തതിൻ്റെ പേര് ശപിച്ചു. എന്നാൽ ഈ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് കരുണാമയനാണെന്നാണ്. ഇത്രയും കരുണയുള്ള കർത്താവ് ഈ അത്തിമരത്തെ ശപിച്ചത് എന്തിനാണെന്നുള്ളതാണ്. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ എനിക്ക് വളരെ നല്ലതെന്ന് തോന്നിയൊരു കാര്യം ഇതാണ്. ഇവിടെ യേശുക്രിസ്തു ഈ അത്തിമരത്തെ ശപിക്കുമ്പോൾ
അവിടെ ഒരു വരി പറയുന്നതാണ്, അവൻ്റെ ശിഷ്യന്മാർ കേട്ടു. അവിടെ നമ്മളൊന്ന് പോസ് ചെയ്ത് ചിന്തിക്കണം. ഈ അത്തിമരത്തെ നോക്കി നിന്നിൽ ഇനി ഒരിക്കലും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് ഈശോ പറഞ്ഞത് ശിഷ്യന്മാർക്ക് കേൾക്കാനും ധ്യാനിക്കാനും ഉള്ളതാണ്. അല്ലാതെ ഈ അത്തിമരത്തിന് ധ്യാനിക്കാനും കേൾക്കാനും ഉള്ളതല്ല ഈ ശാപവചനം. അപ്പൊ ശിഷ്യന്മാരത് കേട്ടെങ്കിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ ശിഷ്യന്മാർ വരുന്നത് ജെറുസലേം ദേവാലയത്തിൽ നിന്നാണ്. ആദ്യം ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഈ അത്തിമരത്തെ ശപിക്കുന്നത്. പിന്നെ ജെറുസലേം ദേവാലയത്തിലെത്തി, പിന്നെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇത് ശാപഗ്രസ്തമായി നിൽക്കുന്നതാണ്. അപ്പം ഈ ദേവാലയത്തിന്റെ കഥയും നമ്മൾ എടുക്കുക. ഈ ദേവാലയമാണല്ലോ ഏറ്റവും ഫലം നൽകേണ്ട ഒരിടം. ഈ ഫലം നൽകേണ്ട ഇടത്ത് എന്താണ്? അവിടെ നാണയപ്പാറ്റക്കാരും കച്ചവടവും കവർച്ചയൊക്കെ. അവിടെ യേശുക്രിസ്തു ആ ദേവാലയം ശുദ്ധീകരിക്കുന്നു. പിന്നെ ഫലം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ദേവാലയമാണെന്ന് പറയുന്നത് പോലെ ഇനി ഫലം നൽകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ തന്നെയല്ലേ. അവരല്ലേ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നത്. ആൾക്കൂട്ടത്തോട് സംസാരിക്കുമ്പോൾ ഇവർ കേൾക്കുന്നുണ്ട്. ഇനി ആൾക്കൂട്ടത്തിൽ വെച്ച് മനസ്സിലാകാത്തത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവർ ചോദിക്കുമ്പം ഈശോ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു കൊടുക്കുന്നു. തൊട്ടടുത്ത് നിന്ന് യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കാണുന്നത് യേശുവിൻ്റെ സ്വഭാവവും രീതികളൊക്കെ കൃത്യമായിട്ട് അറിയുന്നു. അപ്പോൾ ഇവരാണ് ഫലം നൽകേണ്ട ഏറ്റവും അടുത്ത വ്യക്തികൾ. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം ഒരു പ്രതീകം പോലെ സുവിശേഷകൻ പറയുകയാണ്, അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും അതിൽ അത്തിപ്പഴമില്ലാത്തതിൻ്റെ പേരിൽ യേശു ക്രിസ്തു ശപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആരിൽ നിന്നും എപ്പോഴും ഫലം പ്രതീക്ഷിക്കാം. ദൈവം സൃഷ്ടിച്ചതാണ്. എന്നിട്ട് ദൈവം ഈ അത്തിമരത്തെ ശപിച്ചു എന്ന് പറഞ്ഞാൽ ഈ അത്തിമരത്തോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് അല്ല അവിടെ ഫോക്കസ്. മറ്റെന്തോ കാര്യം പറയാനുള്ള ഒരു സംഭവമാണിത്, അല്ലെങ്കിൽ ഒരു പ്രതീകമാണിത്. ഈ അവിടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് ചിന്തിക്കണം. അതാണ് അവരത് കേട്ടു എന്ന് പറഞ്ഞാൽ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും ദൈവം താൻ സൃഷ്ടിച്ച അത്തിമരത്തെ പിഴുതു കളഞ്ഞെങ്കിൽ ഫലം നൽകാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിനി ഫലം നൽകണ്ട, ഇത് ഇത്രയും നാൾ ജീവിച്ചത് മതി എന്ന് ദൈവം തീരുമാനിച്ചെങ്കിൽ കാലമേറെയായിട്ടും ഫലം നൽകാതെ കൂടെ നടക്കുന്ന ഞങ്ങളോട് എന്ത് വലിയ കരുണയാണ് ദൈവം കാണിക്കുന്നത്. ഒരു മനുഷ്യനെയും ദൈവം ഇങ്ങനെ ശപിക്കുന്നില്ലല്ലോ. യേശുക്രിസ്തു വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്? ആദ്യം തുടക്കത്തിൽ തന്നെ സമയമായിരിക്കുന്നു, സമയം സമാഗതമായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കൂ, സമയം പൂർത്തിയായി, കാലമായി എന്നും പറഞ്ഞാണ് ഈശോ വന്നത്. ഇപ്പോഴിതാ കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ ശിഷ്യന്മാർ ഇപ്പോഴും ഞങ്ങളിൽ ആരാ വലുതെന്ന് തർക്കിച്ചും തള്ളിപ്പറയാൻ കാത്തുനിന്നും ഒറ്റിക്കൊടുക്കാൻ കാശ് വാങ്ങിച്ചുമൊക്കെ കൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു അത്തിമരത്തിൻ്റെ കഥ പറയുന്നത്, ഒരു അത്തിമരത്തെ ശപിച്ചത് കാണുന്നത്. അവിടെ മനുഷ്യൻ ചിന്തിക്കണം, ദൈവം സർവശക്തനാണ്, ദൈവത്തിൻ്റെ നോട്ടത്തിലെല്ലാം ദഹിക്കും. പക്ഷെ ആ ദൈവം എത്ര സൗമ്യമായി മനുഷ്യനോടൊപ്പം നിൽക്കുന്നു, എത്ര ക്ഷമയോടെ പെരുമാറുന്നു. ഈ കരുണ പിന്നെയും നമ്മളെ കാത്തു നിൽക്കുന്നു. നമ്മളും ചിന്തിക്കേണ്ടതാണ്, എത്രയോ കാലമായിട്ട് ഈ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുന്നു, നമ്മുടെ ജീവിതം മാറുന്നു, സ്വഭാവം മാറുന്നു. ഇതിനിടയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ എത്രയോ ദുരന്തങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു. അവിടെയൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം കരുണാമയനാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഒന്ന് വ്യക്തിപരമായിട്ട് ചിന്തിക്കൂ. ഇങ്ങനൊക്കെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു, പക്ഷേ ഇപ്പോഴും ദൈവം എന്നോട് കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? അപ്പം കരുണാമയനായ ദൈവത്തിൻ്റെ കരുണയില്ലാത്തൊരു സംഭവം എന്നല്ല, മറിച്ച് ആ മരത്തിൻ്റെ കഥയിലൂടെ അല്ലെങ്കിൽ ആ സംഭവത്തിലൂടെ എത്ര വലിയ കരുണയാണ് ദൈവം മനുഷ്യനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു മൊമെൻ്റായിട്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു അതീവ കരുണാമയനും
ദയാലുവും എന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു സങ്കല്പം. അങ്ങനെയുള്ള ക്രിസ്തു എന്തുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് അതീവ കോപിഷ്ഠനായി ചാട്ടവാറെടുത്ത് എല്ലാവരെയും അടിച്ചോടിച്ചത്? അത് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തു കോപിച്ചതായിട്ട് അപൂർവം ചില ഇടങ്ങളിലൊക്കെ ബൈബിളിലുണ്ട്. ഒന്ന് ഒരു കൈ ശോഷിച്ചു പോയ ഒരാളെ സാബത്ത് ദിവസം സുഖപ്പെടുത്താനായിട്ട് കൊണ്ട് നിർത്തിയപ്പം ഫരിസേയര് വളരെ വിമർശനാത്മകമായിട്ട് അതിനെ സമീപിച്ചപ്പോൾ അവൻ ക്രോധത്തോടെ അവരോട് സംസാരിച്ചു, അല്ലെങ്കിൽ അവരെ നോക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈശോയ്ക്ക് ദേഷ്യം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ജെറുസലേം ദേവാലയത്തിൽ കയറി ചാട്ടവാറ് കൊണ്ട് എല്ലാവരെയും അടിച്ച് പുറത്താക്കിയത്. പക്ഷെ ആ കോപത്തെ നമ്മൾ പുറത്ത് കാണാറുള്ള ഒരു കോപാവേശവുമായിട്ട് തുലനം ചെയ്താതെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? ഇപ്പം പലരും ഇപ്പം എല്ലാ മനുഷ്യനും ഏറിയും കുറഞ്ഞുമൊക്കെ ദേഷ്യമുണ്ട്. അതിൽ ഒരു പടി കൂടി ദേഷ്യം കൂടുതലുള്ളവർ ഒരു ചെറിയ പിന്തുണയായിട്ട് എടുക്കുന്നത് കലികേറിയ കർത്താവ് അടിച്ചിട്ടുണ്ട്, 1.5 അടിയാണ് അടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ദിവസേന അടിയച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇത് പറയും, അല്ലേ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നവരും എടുത്തിട്ട് അടിക്കുന്നവരും ഒക്കെ പറയുന്ന അവസാനം പറഞ്ഞു വയ്ക്കുന്നത് കർത്താവ് പോലും അടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം നമ്മളതിനെ, ആ കോപത്തെ എങ്ങനെയാണ് ഒരു ഡിവൈൻ ആങ്കർ എന്ന് മനസ്സിലാക്കേണ്ടതും സാധാരണ മനുഷ്യരുടെ കോപത്തിൽ നിന്നും ഒന്ന് വ്യത്യസ്തപ്പെടുത്തി ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും കരുണയും എങ്ങനെ അവിടെയും നമ്മൾ കണ്ടെത്താമെന്നുള്ള ഒരു ധ്യാനം നമുക്ക് ആവശ്യമാണ്. മാർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ചിന്തിച്ചാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിൽ കിണ്ടുന്നത് പോലെയല്ല. ഒറ്റ നോട്ടത്തിൽ മനസ്സിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? യേശു ദേവാലയത്തിലോട്ട് വരുന്നു, അവിടെ ഈ നാണയമാറ്റവും കച്ചവടവും കവർച്ചയൊക്കെ നടക്കുന്നു, ചുറ്റും നോക്കുന്നു, ഈശോയ്ക്ക് ദേഷ്യം വരുന്നു, അല്ലേ? ദേഷ്യം അങ്ങോട്ട് മൂത്തിട്ട് കൺട്രോൾ പോകുന്നു, പെട്ടെന്നൊരു കയറെടുത്ത് അങ്ങോട്ട് ചുരുട്ടി അടിച്ച് തകർക്കുന്നു. അല്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോയി അവർ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവർ ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം നേരം വൈകിയിരിക്കുന്നതിനാൽ അവന് 12 പേരോടും കൂടെ തിരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കണക്ക് പള്ളി കയറി കണ്ടു അടിച്ചു എന്നുള്ളതല്ല. ആദ്യം അവര് ദേവാലയത്തിലേക്ക് കയറി ഒരു സന്ധ്യസമയത്ത്, എന്നിട്ട് ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചുപോയെന്ന്. എന്ന് പറഞ്ഞാൽ കൺട്രോള് പോയിട്ട് അടിച്ചിട്ടില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? പലപ്പോഴും നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കണക്ക് പല നിർണായകമായ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയാറുണ്ട്, ഇല്ലേ? അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇത് കണ്ടപ്പോൾ യേശുക്രിസ്തുവിന് മനസ്സിലായത് എന്തായിരിക്കും? ഇന്നലെ ദേവാലയത്തിൽ കയറി കണ്ടപ്പം യേശുക്രിസ്തു ഒരു പ്രാർത്ഥനയുടെ വിഷയമാക്കി. അപ്പം മനസ്സിലായത്, ഇവിടെ ഞാൻ നിർണായകമായിട്ട് ഇടപെടണം. പിതാവ് ആവശ്യപ്പെട്ടാൽ അതിനെ അടിച്ചൊതുക്കുക തന്നെ വേണം. അപ്പോൾ ഒരു രാത്രിയിലെ അല്ലെങ്കിൽ ദീർഘനേരത്തെ പ്രാർത്ഥനയോടുകൂടെ ഒരു ദൈവിക ഇടപെടൽ എന്ന വിധേന ദൈവത്തിൻ്റെ, പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനുള്ള വ്യക്തമായ തീരുമാനത്തോടുകൂടെ പിറ്റേ ദിവസം വന്ന യേശുക്രിസ്തു ചാട്ടവാറുണ്ടാക്കി നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചിട്ടു ഇവരെ അടിച്ചു പുറത്താക്കുന്നു. ഇതിനെ ഒരു ആത്മസംയമനം നഷ്ടപ്പെട്ട പ്രക്രിയയായിട്ട് നമ്മൾ കാണരുത്. ഇതൊരു നിർണായകമായ തീരുമാനമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്കെന്താ ക്ഷിപ്രകോപം എന്ന് പറയും, പെട്ടെന്ന് കോപിക്കും, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയും. യേശുക്രിസ്തു രണ്ടുമല്ല. ക്ഷിപ്രകോപം എന്ന് പറയുന്നതല്ല, മറിച്ചൊരു ദൈവിക തീരുമാനം. തീരുമാനിച്ച നാളെ ഇതിൻ്റെ പേരിൽ എന്നെ കുരിശിൽ തറച്ചാലും അടിക്കും. അതിനെ നമ്മൾ സാധാരണ കോപമായിട്ട് കൂട്ടിക്കെട്ടരുത്. അത് ദൈവം ഒരാളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ അയാൾ നിർണായകമായിട്ട് കൃത്യമായിട്ട് നിവർത്തിക്കുന്നതാണ്. ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ ഒരു സിനിമയിലെ ഒരു വരിയുണ്ട്, വരയൻ എന്നൊരു സിനിമയിൽ. അതിനകത്ത് പള്ളിമുറ്റത്ത് പള്ളിയിൽ കയറി അലമ്പ് കാണിക്കുന്ന ഗുണ്ടകളെ ഒരു പാവപ്പെട്ട അച്ഛൻ ഒരു നിർണായക നിമിഷത്തിൽ അടിച്ചു തകർക്കുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷം ആൾക്കൂട്ടം
ഈ അച്ഛനെ കൊണ്ടുവന്ന് ബിഷപ്പിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയുന്നതാണ്, ഈ പള്ളിയിൽ ക്ഷമയെക്കുറിച്ച് പ്രസംഗിച്ച അച്ഛൻ ഈ പള്ളിമുറ്റത്ത് ഗുണ്ടായുസം കാണിച്ചിരിക്കുന്നു, അതിന് അച്ഛൻ ഉത്തരം പറയണം. ഇതിൻ്റെ ഉത്തരം ചോദിക്കുമ്പം അവസാനം ബിഷപ്പിൻ്റെ മുമ്പിൽ അച്ഛൻ പറഞ്ഞ ഉത്തരവുണ്ട്, ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം, പള്ളിക്കകത്തലമ്പ് കാണിച്ചാൽ ഞാൻ അടിക്കും, ഇനിയും അടിക്കും. ഇത് തന്നെയാണ് ക്രിസ്തുവും ചെയ്തത്. യേശുവിനെ അടിച്ചപ്പോൾ ക്ഷമിച്ചു. യേശുവിനെ കുരിശിൽ തറച്ച് ആ കൊടിയ വേദനയിലും ക്ഷമിച്ചു. പക്ഷെ പള്ളിയിൽ അലമ്പ് കാണിച്ചപ്പോൾ അടിച്ചു. ആ കോപത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കോപിക്കുന്നത് നമുക്കിട്ട് അടി കൊള്ളുമ്പോഴാണ്. അത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും നമ്മുടെ ഈഗോയിൽ നിന്നും പുറപ്പെടുന്നതാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അടി കൊള്ളുമ്പോൾ നമ്മൾ ക്ഷമിക്കും. നമ്മൾ പറയും, പോട്ടറ ക്ഷമിച്ചേരെ, 2 അടിയല്ലേ. നമുക്കിട്ട് കൊള്ളുമ്പോഴോ നമ്മൾ പ്രതികരിക്കും. ക്രിസ്തു തിരിച്ചാണ്. അപ്പം നമ്മളും ആ കോപത്തെ മനസ്സിലാക്കേണ്ടത്, ഈ കോപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോയിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് സമൂഹത്തിൽ നിർണായകമായൊരു മാറ്റം ഉണ്ടാക്കാൻ. അതാണ് യേശു ക്രിസ്തു ചെയ്തത്, ഇല്ലേ? അവിടെ പാവപ്പെട്ടവർക്ക് പള്ളിയിൽ കയറാൻ പറ്റത്തില്ല, രോഗികൾക്ക് പള്ളിയിൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊക്കെ പറയുന്നൊരു സംഭവം അവിടെ നടന്നത്. ഈ കച്ചവടവും കവർച്ചയൊക്കെ മാറിപ്പോയപ്പം ഈ കച്ചവടത്തിനിരയായ പ്രാവുകളൊരു അനന്ത വികായസിലേക്ക് പറന്നുപോയി. കരഞ്ഞുകൊണ്ട് ചോലയിലേക്ക് ആടുകൾ ഓടിപ്പോയി. എന്നിട്ടോ കുഷ്ഠരോഗികളും ആയ പലരും ദേവാലയത്തിനുള്ളിലേക്ക് കയറി വന്നു. യേശു അവരെയൊക്കെ തൊട്ടു സുഖപ്പെടുത്തി. സാധാരണ എവിടെങ്കിലും ദേഷ്യം ഉള്ളിടത്ത് ആർക്കെങ്കിലും രോഗസൗഖ്യം ഉണ്ടാകുമോ? വെറുതെ നിൽക്കുന്നവൻ അടികൊണ്ട് മറിഞ്ഞു വീണ് ആശുപത്രിയിലാകുന്നതല്ലാതെ അടി നടക്കുന്നിടത്ത് ആർക്കാ സൗഖ്യം കിട്ടുന്നത്? അപ്പൊ യേശു ക്രിസ്തു അടിച്ചു എന്ന് പറയുന്നിടത്ത് അടി കൊള്ളേണ്ടവൻ അടി കിട്ടി, സൗഖ്യം കിട്ടേണ്ടവന് സൗഖ്യം കിട്ടി, ഇരകൾ സ്വതന്ത്രമായി. അപ്പൊ ഇത് എത്ര വലിയ ദൈവികമായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ യേശു ക്രിസ്തുവിനെ അടിച്ചപ്പോൾ യേശു ക്രിസ്തു ക്ഷമിച്ചു. നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു നിർണായകമായ കാതലായ മാറ്റം ഉണ്ടാണ്, അല്ലേ? ഭാരത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടം ഈ സ്വന്തം നാട്ടുകാരെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പം ഗാന്ധിജിക്കുണ്ടായ അമർഷമാണ്, ആ കോപമാണ് അഹിംസയായും സത്യാഗ്രഹവുമായൊക്കെ വന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ശക്തമായ എതിർപ്പായി സ്വാതന്ത്ര്യമായിട്ട് മാറിയത്, അല്ലേ? ഇതുപോലെ എല്ലാ മാറ്റങ്ങൾക്കും മനുഷ്യരുടെ കോപമാണ്. യേശുക്രിസ്തു ഈ സാമൂഹ്യമായ ഒരു പരിഷ്കരണത്തിന്, ആത്മീയ നവീകരണത്തിന് ദൈവപുത്രന്റെ അധികാരം ഉപയോഗിച്ച്, ആധികാരികത ഉപയോഗിച്ച് നിർണായകമായ കോപം പ്രകടമാക്കി. ആ കോപത്തിൽ ആത്മസംയമനം നഷ്ടപ്പെട്ട അവസ്ഥയില്ല, മറിച്ച് സൗഖ്യം നൽകുന്നതുമുണ്ട്. അപ്പം കരുണാമയനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിവർത്തിക്കുന്ന, പൂർത്തിയാക്കുന്ന ദൈവം കൂടെയാണ്. അതിനെ നമ്മൾ മനുഷ്യരുടെ കോപമായിട്ട് തുലനം ചെയ്യുമ്പോഴാണ് അത് സ്നേഹത്തിന് പുറത്താകുന്നത്.